ദ മോഡി ക്വസ്റ്റ്യൻ എന്ന BBC ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതും തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദവും നിയമപോരാട്ടവും വൈരനിര്യാതന ബുദ്ധി എന്ന് സംശയിക്കാവുന്ന തരത്തിൽ BBC ഡൽഹി ഓഫീസിലുണ്ടായ ED റെയ്ഡും ഇന്ത്യക്ക് പുതുമയായിരുന്നു. ലോകം ശ്രദ്ധിച്ചു അത്. പക്ഷേ കാൻ ചലച്ചിത്രമേളയിൽ അൺസർട്ടൺ റിഗാർഡ്സ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട പോലീസ് പ്രൊസീജിയറൽ ക്രൈം ഡ്രാമ സന്തോഷിന് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് സിനിമാ ലോകത്തെ ഞെട്ടിച്ചു. നോർത്ത് ഇന്ത്യയിലെ പോലീസ് ക്രൈം പശ്ചാത്തലമാക്കിയ സിനിമ ബ്രിട്ടൻ ഓസ്കാറിന് നോമിനേറ്റ് ചെയ്ത കാൻ മേളയിൽ വൻ കയ്യടി നേടിയ ചിത്രം. ഷബാന ഗോസ്വാമി മുഖ്യവേഷം ചെയ്ത സന്തോഷ്. ആയിരത്തി 1980 മുതൽ 90 വരെ പഞ്ചാബിൽ നടന്ന പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി കൊലകളുമാണ് മറ്റൊരു സിനിമയായ പഞ്ചാബ് 95-ൻ്റെ പ്രമേയം. ഇത് പുറത്തു കൊണ്ടുവന്ന ജസ്വന്ത് സിംഗ് ഖൽറ എന്ന ആക്ടിവിസ്റ്റിൻ്റെ അനുഭവം അവതരിപ്പിച്ചു സിനിമ. പോലീസ് കസ്റ്റഡിയിൽ ഖൽറയും പിന്നീട് കൊല്ലപ്പെട്ടുവെന്നാണ് ആരോപണം. ഹണീത് ത്രഹാൻ സംവിധാനം ചെയ്ത സിനിമ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. അമൻദീപ് സന്ധു എഴുതിയ പഞ്ചാബ് ജേണീസ് ത്രൂ ഫോൾട്ട് ലെൻസ് എന്ന പുസ്തകം ആധാരമാക്കിയാണ് ഈ സിനിമ വന്നത്. 2022 മുതൽ സെൻസർ ബോർഡ് ഈ സിനിമയെ ഇല്ലാതാക്കാൻ നോക്കി. ആദ്യം 21 കട്ടുകൾ, പിന്നീട് 127 കട്ടുകൾ. ടൊറന്റോ ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം അവിടെയും പ്രദർശിപ്പിക്കപ്പെട്ടില്ല. ഇങ്ങനെയെങ്കിൽ ഡയറക്റ്റഡ് ബൈ സെൻസർ ബോർഡ് എന്ന് വെച്ച് റിലീസ് ചെയ്യൂ എന്ന് പറഞ്ഞ് സംവിധായകൻ സെൻസർ ബോർഡിനോട് ഇടഞ്ഞു. വിദേശ റിലീസ് പ്രഖ്യാപിച്ചിട്ടും കടുത്ത സമ്മർദ്ദമുണ്ടായി നിർമ്മാതാവിന്. അതും നടന്നില്ല. നായകനും പ്രമുഖ ഗായകനുമായ ദിൽജിത്ത് ദോസാഞ്ചിനെതിരെ സൈബർ ആക്രമണമുണ്ടായി. മറ്റൊന്ന് ഉഡ്താ പഞ്ചാബ് എന്ന ഹിറ്റ് സിനിമ. അതിൻ്റെ സഹസംവിധായകനായിരുന്നു പഞ്ചാബ് 95-ൻ്റെ ഹണീത് ത്രഹാൻ. രാജീവ് രവി ഛായാഗ്രഹണവും അഭിഷേക് ചൗബെ സംവിധാനവും ചെയ്ത ഈ ചിത്രത്തിന് നേരിടേണ്ടി വന്നത് 94 കട്ടുകൾ. എമ്പുരാനടക്കം ഡസൻ കണക്കിന് ചിത്രങ്ങൾ സെൻസർ ബോർഡ് ഓരോ വർഷവും കത്രികയ്ക്ക് ഇരയാക്കുന്നു. അതേസമയം ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ സർക്കാരിനെ വെള്ളപൂശിയത് സബർമതി റിപ്പോർട്ടും കശ്മീർ ഫയൽസും തെറ്റായ കണക്കുകളാൽ അവതരിപ്പിക്കപ്പെട്ട കേരള സ്റ്റോറിയും പോലുള്ള ചിത്രങ്ങൾ സുഗമമായി സെൻസർ നേടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്തു. വേറിട്ട പ്രമേയവും വ്യത്യസ്ത പശ്ചാത്തലവും രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ സിനിമകളുടെ സർഗാത്മകതയെ വന്ധ്യംകരിക്കുന്ന ഈ നീക്കത്തിനോട് സിനിമാ ലോകം പൊതുവിൽ എതിരാണ്. പക്ഷേ അപ്രഖ്യാപിത സെൻസർഷിപ്പിന് ഒരു കുറവുമില്ല. അതിനിടെയാണ് ജാനകി എന്ന മലയാളം സിനിമയുടെ പേരുമാറ്റ വിവാദം കേരളം കണ്ടത്. കഥാപാത്രങ്ങൾക്ക് പേരിടാൻ സെൻസർ ബോർഡിനോട് ചോദിക്കേണ്ട സ്ഥിതി ദൗർഭാഗ്യകരമെന്ന് കോടതിക്ക് പോലും പറയേണ്ടി വന്നു. സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് തന്നെ ഈ ഗതിയുണ്ടായി എന്നതിലുമുണ്ട് കൗതുകം. സുരേഷ് ഗോപി അംഗീകരിക്കുമോ ഈ അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്നതാണ് ചോദ്യം. ഏതായാലും അടിയന്തരാവസ്ഥയ്ക്ക് അരനൂറ്റാണ്ട് തികഞ്ഞ ഇന്ത്യയിൽ ആവിഷ്കാരത്തിന് അപ്രഖ്യാപിത സെൻസർഷിപ്പ് ഉണ്ട്. ആരൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാലും.